ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പം ഇന്ന് വിഷുവാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല വിഷുവായിട്ട്. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിന് പോവാണ്. ക്ലാസ്സിൽ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു കേട്ടു. അപ്പോൾ നമുക്ക് ഇനി അവിടെ ചെന്ന് ചെയ്യണം. അല്ല, അതിന് മുമ്പേ ഞാനിവിടെ എങ്ങനെയാണ് വിഷു വെച്ചെന്ന് പോയി കണ്ടിട്ട് വരും. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പാ. ഇതെന്റെ ട്യൂഷൻ ടീച്ചർ, ഇതെന്റെ ഫ്രണ്ട്സും. ഇത് ടീച്ചറാണ്. ഈ ടീച്ചർ നമ്മളെ പഠിപ്പിക്കുന്നത്. സുന്ദരി ടീച്ചർ. പാവമാണെന്നാണ് തോന്നുന്നത്. നിഷ്കളങ്കമായ കൊച്ചാണ്. നമ്മളെ വൈബാണോ എന്ന് അറിയണമെങ്കിൽ ഇനിയും പരിചയപ്പെടണം. മതിയല്ലേ? അതെ. സെൽഫി എടുക്കൽ പ്രഹസനമാണ്. എല്ലാരും ഭയങ്കര പോസിലൊക്കെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും നമുക്കറിയാം, കേരളത്തിലെ നമ്മുടെ കാർഷികോത്സവത്തിന്റെ ഒരു ഭാഗമാണ് വിഷു എന്ന് പറയുന്നത്. ഇപ്പൊ കർണാടകയിലെ യുഗാദി എന്ന് പറയുന്നത് അനിൽ കുറച്ചെടുത്താൽ കുറച്ചെങ്ങനെ പാല് വെച്ചുണ്ടോ. ഞാൻ വീടെത്തി. എനിക്ക് കുറേ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ അവിടെ നല്ല രസമുണ്ടായിരുന്നു. അന്താക്ഷരിയൊക്കെ കളിച്ച് കുറേ നേരം പാട്ടൊക്കെ കേട്ടിരുന്നു. പിന്നെ കുറേ ആൾക്കാരെയൊന്നും കാണിക്കാൻ പറ്റിയില്ല. എൻ്റെ കുറച്ച് ചേച്ചിമാരുണ്ട് എന്നെ പഠിപ്പിക്കണം. അവരൊന്നും കാണിക്കാൻ പറ്റിയില്ല. ബിസി ആയിപ്പോയി എല്ലാവരും. പിന്നെന്താണ്, പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചപ്പോൾ അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചു. പാലട പായസം. എൻ്റെ ഗൈസ്, പാലട പായസം തീരാറായി കേട്ടോ. കുറച്ചേ ഉള്ളൂ. പോയപ്പോഴും കൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോഴും ഇവിടെ ഇരിക്കുന്നു. ബാക്കി ഫ്രണ്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അമ്മ അടുക്കള എടുത്തോണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് പാലട പായസം കുടിച്ച് നോക്കാം. പായസം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അമ്മ എടുത്ത് നോക്കി എങ്ങനെ ഉണ്ടാക്കി നോക്കി. അമ്മ ഇങ്ങോട്ട് വന്നാണ്. അമ്മ എങ്ങനെ ഉണ്ടാക്കി? ഏത് രീതിയില്? ചുമ്മാ ഇൻസ്റ്റന്റ് വാച്ച് ഉണ്ടാക്കിയതാണത്. ഇൻസ്റ്റന്റ് വാച്ച് എല്ലാം ഇട്ടിട്ട് പാലെടുത്ത് ഒഴിക്കണ പണി മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബൈ.